ഹലോ ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ബൈക്കിൻ്റെ ചെയിൻ കവർ എങ്ങനെ ക്ലീൻ ചെയ്യാം, അതിൻ്റെ സ്പ്രോക്കറ്റ് കവറൊക്കെ എങ്ങനെ ക്ലീൻ ചെയ്യാം, അങ്ങനെ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചെയിൻ്റെ അവസ്ഥ കാണാം. വലിയ കുഴപ്പമൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം ഓയിൽ ആൻഡ് ഗ്രീസ് കാര്യങ്ങളൊക്കെ ഈ ചെയിനകത്ത് കവേർഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ എടുക്കുന്ന ഡീസലാണ്. ഒരു 50 രൂപയുടെ ഡീസലാണ് നമ്മളിവിടെ എടുക്കുന്നത്. പിന്നീട് ഇതിലൂടെ 2 ബ്രഷ് ഉണ്ട്, അത്യാവശ്യം ഫെയർ ആയിട്ട് 2 ബ്രഷ്, ഒരു ചെറിയ പാത്രം ഈ ഡീസൽ ഒഴിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ കുറച്ച് ഡീസലിനകത്ത് ഒഴിച്ചിട്ട് നൈസായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് കുറച്ച് ബ്രഷിൽ മുക്കിയിട്ട് നൈസായിട്ട് അത് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യുന്ന പോലെ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യുക. ഇതുപോലുള്ള ഒരു ഭാഗങ്ങൾ, അതായത് ഇതുപോലെ സീറ്റിംഗ് പൊസിഷൻസിനകത്തൊക്കെ മണ്ണും ചെടിയും അഴുക്കും കയറിയിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഡീസൽസ് നന്നായിട്ട് അങ്ങോട്ട് പുരട്ടി കൊടുത്ത് ക്ലീൻ ചെയ്യുക. ഇതിന് ഇതുപോലെ ചെയിൻ കവറിനകത്ത് ഇതുപോലെ നമ്മൾ ചെയിനിന്റെ സ്ലാഗ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ചെറിയ കവറുണ്ട്. അതെടുത്ത് ഊരിയിട്ട് ആ ഒരു ഭാഗം തുറയ്ക്കുക. അതിനുശേഷം പിന്നീട് നമ്മൾ ഇതുപോലെ വേസ്റ്റ് തുണി ഉണ്ട്, ആ വേസ്റ്റ് തുണി എടുത്തിട്ട് അത് ക്ലീൻ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഡീസൽ വെച്ച് ക്ലീൻ ചെയ്ത ഭാഗം നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്തെങ്കിലും ഓയിൽ അംശം ഉണ്ടെങ്കിൽ ഇതുപോലെ വീണ്ടും ബ്രഷ് ഉപയോഗിച്ച് ഡീസൽ ക്ലീൻ ചെയ്തിട്ട് നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡീസലിനെ വെച്ച് നമ്മൾ ക്ലീൻ ചെയ്ത ഭാഗം ഇതുപോലെ വെട്ടിത്തിളങ്ങിയിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ചെയിൻ ബോക്സ് ലൈഫ് കിട്ടും. പിന്നെ ഇതാണ് ഈ ചെയിൻ ബോക്സിന്റെ ഈ ഡ്രെയിൻ ഔട്ട്, അതായത് വെള്ളമൊക്കെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇതിനകത്തൂടാണ് പുറത്തോട്ട് പോകുന്നത്. അപ്പോൾ ഇതെല്ലാം കറക്റ്റായിട്ട് വൃത്തിയാക്കിയില്ലെങ്കിൽ ഇതിനകത്തുനിന്ന് വെള്ളം പുറത്തോട്ട് പോകത്തില്ല. ഈ വെള്ളം, ഇതിനകത്ത് വെള്ളമോ അഴുക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് മണ്ണ് ചെളി അടിക്കുന്ന സമയത്ത് ഇതിന്റെ ഫ്രണ്ട് ഭാഗം കവേർഡ് അല്ല. ബൈക്കിനകത്ത് നമ്മൾ ഇത് അറ്റാച്ച് ചെയ്യുമ്പോൾ അപ്പൊ ആ ഭാഗത്തൂടെ ചെളി ഇതിന്റെ അകത്തോട്ട് വീഴുകയും ഇതിനകത്തോട് ഒഴുകി പോകാനുള്ള സംവിധാനമുള്ളത്. ഇതാണ് ചെയിൻ സ്പ്രോക്കറ്റിന്റെ ഫ്രണ്ടിലിരിക്കുന്ന ആ ചെയിൻ സ്പ്രോക്കറ്റിന്റെ ഇത്. പിന്നെ ഇത് നമ്മുടെ ഗിയർ ലിവറാണ്. ഇതെല്ലാം നമ്മളൊന്ന് ക്ലീൻ ചെയ്യാൻ പോവാണ്. അതിനായിട്ട് നമ്മൾ കുറച്ച് ഡീസൽ എടുത്ത് നമുക്ക് ഈ ചെയിൻ ബോക്സിന്റെ നട്ട് ആൻഡ് ബോൾട്ട് ഉണ്ട്, അതെല്ലാം നമ്മൾ ആ ഡീസലിനകത്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഡീസൽ വെച്ച് നമ്മൾ നട്ട് ആൻഡ് ബോൾട്ട്സ് എല്ലാം, നട്ട്സും ബോൾട്ടുകളെല്ലാം നമ്മൾ ക്ലീൻ ചെയ്തെടുത്തു. പിന്നെ അതിനുശേഷം നമ്മൾ ലിവർ കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യുകയാണ്. ക്ലീൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ലിവർ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട് സ്പ്രോക്കറ്റിന്റെ കേസാണ് നമ്മൾ ലൈറ്റ് ക്ലീൻ ചെയ്യാൻ പോകുന്നത്. അതിനകത്ത് ഓയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓയിലും പോലുള്ള നമ്മൾ ലൂബാണ് മെയിൻലി ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനകത്ത് കുറെ ഓടി കഴിയുമ്പോഴത്തേക്ക് അത് ഒരു ഓയിൽ മയം പോലെ ആകും. അപ്പോൾ അതാണ് ഈ ഓയിൽ പോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഡീസൽ വെച്ച് കഴുകിയിട്ട് നമ്മൾ ഇതുപോലെ വേസ്റ്റ് തുണി വെച്ച് റബ്ബ് ചെയ്ത് നീക്കും. അപ്പോൾ അത്യാവശ്യം നല്ല വൃത്തിയായിട്ടുണ്ട്. ഇതേപോലെ നിങ്ങളുടെ കവേർഡ് ചെയിനാണെങ്കിൽ 1000 കിലോമീറ്റർ കൂടി ഇരിക്കുന്ന സമയത്ത് ചെയിൻ കവർ അയച്ച് ഇതുപോലെ ക്ലീൻ ചെയ്യുന്ന സമയം നല്ലതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ ഡസ്റ്റി ആൻഡ് റെയിനി കണ്ടീഷൻസിലോടുവാണെങ്കിൽ ഒരു 500 കിലോമീറ്റർ കൂടി ഇരിക്കുമ്പോൾ ഇത് അയച്ച് ക്ലീൻ ചെയ്യണം. ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്തേക്കണേ. ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.